നമസ്കാരം. ഹരിതജ സംഗീത സഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സുലേഖ ഓപ്പൺ ചെയ്ത ആളാണ് അല്ലേ സുലേഖ? അതെ. ആ, അപ്പോൾ വെൽക്കം ബാക്ക് എന്ന് പറയാം. അപ്പോൾ ഏത് പാട്ടാണ്? കറുത്ത ചക്രവാള. കറുത്ത ചക്രവാള നല്ലൊരു പാട്ടാണ്, പാടും. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണ് ഭൂമി, ഒരു കാരാഗൃഹമാണ് ഭൂമി. തലയ്ക്കു മുകളിൽ ശൂന്യാകാശം, താഴെ നിഴലുകളിഴയും നഗരം. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും കാരാഗൃഹമാണ് ഭൂമി. കറക്റ്റായി. കുറച്ച് പഴക്കമുള്ള പാട്ടുകളായിരുന്നു, നല്ല പാട്ടുകൾ. ഏത് പാട്ടാണ് പാടാം? 7 സുന്ദര രാത്രികൾ. അത് ഷീലയല്ലേ? ഷീലയല്ലേ? ഷീല. അത് വളരെ നല്ലൊരു സംഗതിയാണ്. അത് കറക്റ്റ്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ രാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് സ്മോളിൽ പാടാറില്ലേ? സ്മോളിലും സ്റ്റാർ മേക്കറിലൊക്കെ പാടാറുണ്ട്. അത് ഒന്ന് പറയാമോ? ഞങ്ങളോടൊന്ന് പറയാമോ ഞങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ? ഞാൻ സ്മ്യൂളിലും സ്റ്റാർ മേക്കറിലും വർഷങ്ങളായിട്ട് പാടുന്നതാണ്. അതിലൊക്കെ ഞാൻ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. ചില മത്സരങ്ങളിലൊക്കെ പ്രൈസ് വിജയിക്കാറുണ്ട്. ട്രോഫി, പ്രൈസ്, ക്യാഷ് പ്രൈസ് ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. അതെ, അത് നമ്മളല്ല പറയേണ്ടത്. അത് തീർച്ചയായിട്ടും ജനങ്ങളാണ്, കേൾവിക്കാരാണ്, കാഴ്ചക്കാരാണ് പറയേണ്ടത്. കല്യാണങ്ങളിലും ആനമേളകൾക്കൊക്കെ പാടാറുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയൊരു ധൈര്യം ഉണ്ട്. അതെ, വീട്ടമ്മ എന്ന നിലയ്ക്ക് ഞാൻ ഇവിടെ ഹരിച്ചേട്ടനാണ് എന്നെ മിക്ക പാട്ടിലായതുകൊണ്ട് എന്നെ എന്തായാലും അതിൽ എപ്പോഴും എന്നെ വിളിക്കും, പാടിക്കാറുണ്ട്. അതുപോലെ ഹരിച്ചേട്ടൻ്റെ എനിക്ക് റെക്കോർഡിംഗ് ആയിട്ട് ഒരു നല്ലൊരു ഗാനം ഹിന്ദു ഡെവോഷണലായിട്ട് തന്നു. അപ്പോൾ അത് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് ചെയ്യുന്നത് എനിക്ക് ഹരിച്ചേട്ടനാണ്. അതും ഞാൻ നല്ലൊരു കടപ്പാട്, സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ ഹരിച്ചേട്ടന് അറിയിക്കണു. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പാട്ട് മറ്റുള്ളൊരു റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ചിത്രം പാടുന്നത്. അങ്ങനെ ഇതിപ്പോൾ നമ്മുടേതായിട്ടൊരു സോങ് നമ്മളായിട്ട് പാടി അത് ആള് പഠിപ്പിച്ചെന്ന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. എന്നാലും നമ്മളത് പഠിച്ചു, പാടി. അതിൽ ഭയങ്കര ഒരു സന്തോഷം. അതെ, അത് നല്ല നിലവാരം പുലർത്തിയത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം. അതായത് എനിക്ക് കുറെ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ പാടും. അപ്പൊ എനിക്ക് കുറെ സമാധാനം കിട്ടും. കുറെ അസുഖങ്ങളുള്ള ഒരാളാണ്. അപ്പൊ പിന്നെ കുറെ ടെൻഷനുകളും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മളതിൽ ഇങ്ങനെ ലയിച്ച് നമ്മൾ പാടുമ്പോൾ ഞാൻ കേൾക്കുമ്പോഴും നമുക്കത് സുഖം തന്നെയാണ്, സുഖമാണ്. നമ്മൾ പാടുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു സമാധാനം. അതുകൊണ്ട് എത്ര വയ്യെങ്കിലും നമ്മൾ അത് ഡെയിലി ഞാൻ പാട്ട് പാടാറുണ്ട്. മനസ്സിന് സന്തോഷപ്പെടുന്ന അധികം മെലഡി രാഗങ്ങളാണ്. അതെ, മെലഡി തന്നെ ഞാനും കൂടുതലായിട്ട് പാടും. പ്രാണസഖി പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാ പാട്ടുകാരൻ. അപ്പൊ നമുക്ക് വൈബ്രേഷൻ ഉണ്ടാവുന്നതാണ്. അതേപോലെ ഒരു ഏതെങ്കിലും ഒരു നല്ല അങ്ങനെ ഒഴുകുന്ന പാട്ടുകൾ അറിയുന്ന ഏതെങ്കിലും നല്ല രീതിയിലുള്ളത് കൊണ്ട് നിർത്തുന്നുണ്ടല്ലോ. തെക്കും കൂറടിയാത്തി പാട്ട്, അത് വളരെ പഴയ പാട്ടാണെങ്കിലും നല്ല രസകരമായ സാധനമാണ്. അതൊന്ന് പാടും. തെക്കും കൂറടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും കിണ്ണവും വീണയും കൊണ്ട് കൂടെ പുള്ളോനും പാടാൻ പോയി. 4 കെട്ടിൻ്റെ തെക്കിനി മുറ്റത്ത് നാഗപ്പാലതൻ തണലത്ത് മണ്ണാർ ശാലയിലായില്യത്ത് നാള് മഞ്ഞള് കൊണ്ട് കളമെഴുതി, അവർ മഞ്ഞള് കൊണ്ട് കളമെഴുതി.
തെക്കും കൂറടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോ. അതെ, അതിൻ്റെ ഒരു ഒന്നും ചോർന്നു പോകാതെ പാടിയിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരു മാപ്പിളപ്പാട്ട് ഒരു പ്രത്യേക ശ്രേണിയല്ലേ, വേറൊരു ശ്രേണിയാണത് അല്ലേ? അതായത് ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീല മേഘം. ഈ പാട്ട് ആദ്യം അങ്ങനെയല്ല പാടിയിട്ടുള്ളത്, പക്ഷേ ഇത് ഷഹബാസ് അമ്മനാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് പാടിയിട്ടുള്ളത്. അതുപോലെ ഏതെങ്കിലും ഒരെണ്ണം. ഉള്ളം നീറുന്നോ തേങ്ങും നല്ല എൻ്റെ കൽബും കരയുന്നോ, നോവും നല്ല ഉള്ളം നീറുന്നു തേങ്ങും നല്ല എൻ്റെ കൽബും കരയുന്നു, കണ്ണീരായി നിന്റെ മുന്നിൽ നീട്ടും കൈകൾ ഈ പാപി തേടും തേട്ടം നീ സ്വീകരിക്കല്ല, എൻ്റെ രാജാതിരാജനായ തമ്പുരാനേ, നോവും നല്ല ഉള്ളം തീറുന്നു തേങ്ങും നല്ല എൻ്റെ കൽബും കരയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പ്രോഗ്രാം നിർത്തേണ്ട ഒരു സമയമാണ്. അടുത്ത പല എപ്പിസോഡുകളിൽ സുലൈഖ സലാം ഉണ്ടായിരിക്കും. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഒരു 5-6 മിനിറ്റ് 5-8 മിനിറ്റുള്ള എന്തായാലും എല്ലാ പാട്ടുകളും കേട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം.